വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ട്രാൻസ്മിഷൻ ടെക്നിക്ക്. ട്രാൻസ്മിഷൻ ടെക്നിക്സ് രണ്ട് തരത്തിലുണ്ട്. ബേസ് ബാൻഡ് ട്രാൻസ്മിഷനും ഉണ്ട്, മോഡുലേഷൻ ടെക്നിക്സും ഉണ്ട്. എന്താണ് ഇനി ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ, അതേപോലെ എന്താണ് മോഡുലേഷൻ ടെക്നിക്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രിക്കൽ ഇക്വലൻസ് ഓഫ് ഒറിജിനൽ ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ദ ബേസ് ബാൻഡ് സിഗ്നൽ. സാധാരണ ഉള്ള ഇൻഫർമേഷൻ അതിലൊരു മോഡുലേഷനോ ഒന്നുമില്ലാതെ എന്താണോ പറയുന്നത് ആ തരത്തിൽ തന്നെ ട്രാൻസ്മിറ്റർ എന്താണോ പറയുന്നത് അത് തന്നെ റിസീവർക്ക് കിട്ടും. അതാണ് ബേസ് ബാൻഡ് സിഗ്നൽ. The communication system in which the baseband signal are transmitted directly is known as baseband transmission. അങ്ങനെയുള്ള ഒരു ബേസ് ബാൻഡ് സിഗ്നൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയും. ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ഇസ് എഫക്റ്റീവ് ഓൺലി ഫോർ വയർ കമ്മ്യൂണിക്കേഷൻ. വയറിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എഫക്റ്റീവ് ആകുന്നത്. എക്സാമ്പിൾ, ടെലിഫോൺ നെറ്റ്വർക്ക്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ കോആക്സിയൽ കേബിൾ. But it is inefficient for wireless or radio communication. വയർലെസ് ആൻഡ് റേഡിയോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ബേസ് ബാൻഡ് ട്രാൻസ്മിഷന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കാത്തത്? കാരണം ബേസ് ബാൻഡ് സിഗ്നൽസ് ഹാവിംഗ് സ്മോൾ ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 20 Hz to 20 kHz ഓൺലി. സാധാരണ നമ്മുടെ വോയിസിന്റെ ഒക്കെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 Hz to 20 kHz വരെയാണ്. സോ നോ ലോർജ് ചാനൽ അക്കോമഡേഷൻ, മിക്സിംഗ് ഓഫ് സിഗ്നൽ. അപ്പൊ ഈ ഒരു സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ഇതേപോലുള്ള സിഗ്നൽസ് മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Due to small frequency range, baseband signals cannot travel long distances in free space or air. അതേപോലെ after a travel of short distance, signals get suppressed. So not used for radio communication, wireless communication. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷനോ വയർലെസ് കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. To make the baseband signal efficient for radio communication, modulation technique is used. അപ്പോൾ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയർലെസ് ആയിട്ടും റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡുലേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. മോഡുലേഷൻ ടെക്നിക് എന്താണ്? To overcome the drawbacks of baseband transmission and to transmit baseband signal by radio, modulation techniques must be used. Baseband signal is a low frequency signal. നമുക്കറിയാം നമ്മുടെ baseband signal എന്ന് പറയുന്നത് low frequency signal ആണ് and cannot travel long distances, just like we cannot walk at longer distances. നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ നമ്മുടെ baseband signalന് ഒരുപാട് ദൂരം എത്താൻ സാധിക്കില്ല. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? മോഡുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിംഗ് ലോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. അപ്പം നമ്മുടെ ഫ്രീക്വൻസി കുറവായത് കൊണ്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കാത്തത്. അപ്പം നമ്മൾ എന്താ ചെയ്യും? നമ്മുടെ സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂട്ടും. അതിനെ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഹയർ ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നലായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പൊ ആ ഹയർ ഫ്രീക്വൻസി ഉള്ള സിഗ്നലിന് നമ്മൾ കാരിയർ സിഗ്നൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിന് മോഡുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിംഗ് ലോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. അപ്പൊ നമ്മുടെ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഇൻഫർമേഷൻ സിഗ്നലിനെ ഹയർ ഫ്രീക്വൻസി ഉള്ള കാരിയർ സിഗ്നൽ ആയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഒരു മോഡുലേഷൻ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താക്കും? ഒരു കാരിയർ, അതായത് ഒരു കാറ് നമ്മളെ കാരിയറായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ എന്താക്കും? നമ്മൾ നടക്കുന്നതിന് പകരം നമ്മൾ കാറിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് മോഡുലേഷൻ ടെക്നിക്ക്. അപ്പൊ ഇത് നോക്ക്, ഇതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതിന്റെ ഫ്രീക്വൻസി കുറവാണ്. നമ്മൾ എന്താക്കും? ഹൈയർ ഫ്രീക്വൻസി ഉള്ള കാരിയർ സിഗ്നലിന് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പൊ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു വേവ് ഫോം കിട്ടാം. അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡുലേഷൻ
ഏതൊക്കെ തരത്തിലുണ്ട്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ആംഗിൾ മോഡുലേഷൻ ഉണ്ട്. ഈ ആംഗിൾ മോഡുലേഷൻ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷനും ഉണ്ട്. അപ്പം മോഡുലേറ്റിംഗ് സിഗ്നൽ അതാണ് നമ്മുടെ ഇൻഫർമേഷൻ. ഇതാണ് ഇൻഫർമേഷൻ. നമ്മളൊരു കാരിയർ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പോൾ നമ്മൾ കാർ എടുക്കും. മോഡുലേറ്റിംഗ് സിഗ്നൽ അപ്പോൾ നമ്മൾ എന്താക്കും? കാറിൽ നമ്മൾ യാത്ര ചെയ്യും. അപ്പം ഇതാണ് ഈ ഒരു സംഭവമാണ് മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നീഡ് ഓഫ് മോഡുലേഷൻ. എന്തിനാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യകത? Baseband signal transmission cannot be used for a radio communication. Radio communication നമുക്ക് baseband signal യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം അതിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. To transmit the baseband signal for a radio communication, modulation must be used. Modulation is necessary because of the following advantages. First advantage, reduction in height of antenna. Modulated wave ആണെങ്കിൽ നമുക്ക് ആന്റിനയുടെ സൈസ് കുറക്കാൻ സാധിക്കും. Avoid mixing of signals and increase the range of communication. Multiplexing is possible and improves quality of reception. ഈ 5 കാര്യങ്ങളാണ് മോഡുലേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് മിക്സിംഗ് ഓഫ് സിഗ്നല് ഒഴിവാക്കുന്നത്? ബേസ് ബാൻഡ് സിഗ്നൽ ഉണ്ട്, 20 Hz to 20 kHz ആണ് ഈ സിഗ്നല്. ബേസ് ബാൻഡ് സിഗ്നൽ വേറെ ഉണ്ട്, 3 20 Hz. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സിഗ്നൽ വേറെ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ വേറൊരു സിഗ്നൽ ഉണ്ട്. അപ്പം 3 സിഗ്നൽ നമ്മൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത് 3 MHz-ലാണ്, ഇതിന് 2 MHz-ലാണ്, ഇതിന് 1 MHz-ലാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടുള്ള ചാനലിലൂടെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് 1 MHz-ന്റെ ചാനൽ, ഇത് 2 MHz-ന്റെ ചാനലിൽ കൂടെ പോകും, ഇത് 3 MHz-ന്റെ ചാനലിൽ കൂടെ പോകും. അപ്പോൾ ഈ സിഗ്നലെല്ലാം ഒരേപോലത്തെ സിഗ്നലാണ്, കാരണം ഒരേ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലാണ്. പക്ഷേ നമ്മൾ അതിനയക്കുന്ന ക്യാരിയേഴ്സ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും മിക്സിംഗ് ആവില്ല. ഇനി മോഡുലേഷന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. മോഡുലേഷൻ അനലോഗ് മോഡുലേഷൻ ഉണ്ട്, ഡിജിറ്റൽ മോഡുലേഷൻ ഉണ്ട്. അനലോഗ് മോഡുലേഷനിൽ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ആംഗിൾ മോഡുലേഷൻ ഉണ്ട്, പൾസ് അനലോഗ് മോഡുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ ഡബിൾ സൈഡ് ബാൻഡ് FC ഉണ്ട്, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഉണ്ട്, സിംഗിൾ സൈഡ് ബാൻഡ് കാരിയർ ഉണ്ട്, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ഉണ്ട്. അപ്പോൾ ഈ 4 ടൈപ്പിലുണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷനിൽ ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. പൾസ് അനലോഗ് മോഡുലേഷനിൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ PAM, പൾസ് പൊസിഷൻ മോഡുലേഷൻ PPM, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ PWM. അതേപോലെ ഡിജിറ്റൽ മോഡുലേഷനിലുള്ളത് പൾസ് കോഡ് മോഡുലേഷൻ, ഡെൽറ്റ മോഡുലേഷൻ, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. ഇനി നമുക്ക് 3 മോഡുലേഷൻ മെത്തേഡ് ഒന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരും. അതിനാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇതാണ് കാരിയർ. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രം വ്യത്യാസം വരും. ഫ്രീക്വൻസിയും ഫേസും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ബാൻഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിന്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരാം. ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് ലോ ഫ്രീക്വൻസി, അങ്ങനെയുള്ളതിനെയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫ്രീക്വൻസി മോഡുലേഷൻ is a technique of modulation in which frequency of carrier varies in accordance with the amplitude of modulating signal. അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി ഫേസ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മോഡുലേഷൻ is a technique of modulation in which phase of carrier varies in accordance with the amplitude of modulating signal. അപ്പം മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇതിന്റെ ഫേസിൽ വ്യത്യാസം വരുന്നതിനാണ് നമ്മൾ ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് അറിയണം. In AM, the modulation index is defined as the ratio of amplitude of modulating signal to the carrier signal. Modulating signalന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് is equal to modulating signal amplitude divided by carrier signal amplitude, that's equal to EM by EC. If modulation index is expressed in percentage, it is called the percentage modulation. നമ്മൾ
പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിന് പെർസെൻറ്റേജ് മോഡുലേഷൻ എന്ന് പറയും. അതേപോലെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് EM/EC വെച്ച് ചെയ്യാം. അതേപോലെ Vmax - Vmin ഡിവൈഡഡ് ബൈ Vmax + Vmin ചെയ്താൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഇനി മോഡുലേഷൻ ഇൻഡെക്സിൽ m<1 ആണെങ്കിൽ നമ്മുടെ സിഗ്നൽ ഇങ്ങനെയാണ് വരുന്നത്. എൻവലപ്പ് എക്സാക്ട്ലി സെയിം ആസ് മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് എൻവലപ്പ് കിട്ടുക. m=1 ആണെങ്കിൽ ഫുള്ളി മോഡുലേറ്റഡ് സിഗ്നൽ, ഇങ്ങനെ കംപ്ലീറ്റ് മോഡുലേറ്റഡ് സിഗ്നൽ ആയിട്ട് വരും. ഇതിനെ നമ്മൾ എന്ത് പറയും? m<1 ആണെങ്കിൽ അണ്ടർ മോഡുലേഷൻ എന്ന് പറയും. m=1 ആണെങ്കിൽ ഫുള്ളി മോഡുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ m<1 ആണെങ്കിൽ EM<EC ആയിരിക്കും. EM=EC ആകുന്ന സമയത്താണ് നമുക്ക് 100% മോഡുലേഷൻ കിട്ടുന്നത്. m>1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓവർ മോഡുലേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ EM>EC ആയിരിക്കും. m=0 ആണെങ്കിൽ AM wave at m=0 no modulation takes place. m0 ആണെങ്കിൽ അവിടെ മോഡുലേഷൻ ഒന്നും ഇല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ ദ AM wave for triangular and square wave modulating signal. അപ്പോൾ ട്രയാങ്കുലറും സ്ക്വയർ വേവ് ഉള്ള മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ വരക്കണം. അപ്പോൾ ഇത് EM ആണ്, ഇത് EC ആണ്. അപ്പോൾ നമുക്ക് മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EM+EC ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് AM വേവ് കിട്ടും. സ്ക്വയർ വേവിനാണെങ്കിലും അതേപോലെ EM ഉണ്ട്, EC ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് EM+EC ആയിരിക്കും. അപ്പോൾ EM+EC വെച്ചിട്ട് ഈ ഹൈറ്റ് EM+EC ആണ് വരുന്നത്. ഈ മിനിമം എന്ന് പറയുന്നത് EC ആണ് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വേവ് കിട്ടും, AM വേവ് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡ്രോ ദ AM വേവ് ഫോർ ദ മോഡുലേഷൻ ഇൻഡെക്സ് m=0.75, m=1, m=1.25. അപ്പം take a graph paper and adjust the value of EM and EC in such a way that EM/EC is equal to 0.75 ആവുന്ന വാല്യൂ ഏതാ നോക്കണം. അതേപോലെ EM/EC 1 ആവുന്ന വാല്യൂ, EM/EC 1.25 ആവുന്ന വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ EM നമുക്ക് കിട്ടും, EC കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ഗ്രാഫ് വരക്കാം. 1 ആവുമ്പോൾ ഇങ്ങനെ വരും, 1.25 ആവുമ്പോൾ ഇങ്ങനെ വരും. അടുത്തത് frequency spectrum. Representation of AM wave in frequency domain is also known as frequency spectrum of AM wave. Frequency spectrum is a graph of amplitude versus frequency. The frequency spectrum of AM wave tells us about number of sideband present in AM wave with the corresponding amplitude. AM wave or amplitude il etra sideband unde namukku frequency spectrum nokiya manasilavum. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ AM വേവിൻ്റെ ഇക്വേഷൻ എടുക്കാം. AM വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ EC + EM sin ωt × sin ωct. അപ്പോൾ ഈ AMനെ നമുക്ക് എന്താക്കാം? ECനെ കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ EC × 1 + EM/EC sin ωmt × sin ωct കിട്ടും. നമുക്കറിയാം M എന്ന് പറഞ്ഞാൽ EM/EC ആണ്. അപ്പോൾ EM/ECക്ക് പകരം നമ്മൾ M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷൻ EC × 1 + M sin ωt × sin ωct എന്ന് കിട്ടും. പിന്നെ ഇത് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാൽ EC sin ωct plus ECM sin ωmt sin ωct കിട്ടും. There is a trigonometric identity that says that the product of two sine waves is two sine waveന്റെ product. ഇത് sin A sin B ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? cos A - B/2 minus cos A + B/2 പറയാം. അപ്പോൾ നമുക്കിതിനെ EC sin ωct plus MEC/2 cos ωc minus ωmt minus MEC/2 cos ωc plus ωmt എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് carrier ആണ്, ഇത് LSB ആണ്, ഇത് USB ആണ്. അപ്പോൾ നമുക്ക് 3 ഫ്രീക്വൻസി കിട്ടി. ഇത് carrier, ഇത് LSB, ഇത് USB. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താക്കാം? ഫ്രീക്വൻസി സ്പെക്ട്രം വരക്കാം. The first term is sine term called unmodulated carrier signal. നമുക്ക് ആദ്യം കിട്ടിയത് carrier signal ആണ്. The second term is cos term of frequency.
FC minus FM called the lower sideband LSB with the amplitude MEC by 2. The third term is cos term of frequency FC plus FM called the upper sideband USB with the amplitude MEC by 2. This shows that AM wave having two sidebands which contains actual information and one carrier. അപ്പോൾ ഒരു carrier ഉണ്ട്, രണ്ട് sideband ഉണ്ട്. Lower sideband ഇത്, upper sideband ഇത്. ഇതാണ് AM waveന്റെ frequency spectrum. The bandwidth. The bandwidth of AM signal is defined as the frequency range from upper sideband to lower sideband frequency in frequency spectrum. Upper sideband and lower sideband minus the frequency spectrum. അപ്പോൾ USB എന്ന് പറയുന്നത് FC plus FM ആണ്, LSB എന്ന് പറയുന്നത് FC minus FM ആണ്. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2FM കിട്ടും. അപ്പോൾ bandwidth എന്ന് പറയുന്നത് AM ന്റെ bandwidth എന്ന് പറയുന്നത് 2FM ആണ്. Hence, bandwidth of AM signal is twice the modulating signal frequency. ഇനി നമുക്ക് sideband concept പഠിക്കണം. ഇതിൽ DSB FC ഉണ്ട്, DSB SC ഉണ്ട്, SSB ഉണ്ട്, VSB ഉണ്ട്. അപ്പോൾ DSB FC എന്ന് പറയുന്നത് ഡബിൾ sideband full carrier as shown in the figure. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഡബിൾ sideband full carrier അതിൻ്റെ bandwidth 2FM ആണ്. ഇനി അടുത്തത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ബാൻഡ് ഉണ്ടാകും, കാരിയറിനെ നമ്മൾ സപ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാൻഡ്വിഡ്ത്തും 2FM തന്നെയാണ് വരുന്നത്. പിന്നെ സിംഗിൾ സൈഡ് ബാൻഡ്, കാരിയറും ഉണ്ടാവും സിംഗിൾ സൈഡ് ബാൻഡും ഉണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ്, അതിനാണ് SSB എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC plus FM minus FC. അപ്പോൾ FM മാത്രമായിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി അല്ല ബാൻഡ്വിഡ്ത്ത്. Representation of AM wave. AM wave is represented in two ways, in time domain, in frequency domain. ഇതാണ് ടൈം ഡൊമൈനിലുള്ള റെപ്രസെൻറ്റേഷൻ. ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. ഇത് ഈസി, ഇത് MEC by 2, MEC by 2, FC minus FM, FC plus FM. ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ ആംപ്ലിറ്റ്യൂഡ്. ഇനി പവർ റിലേഷൻ ഇൻ AM waves. പവർ റിലേഷൻ കണ്ടുപിടിക്കണം. ടോട്ടൽ പവർ ഇൻ AM. ടോട്ടൽ പവർ എന്ന് പറയുന്നത് കാരിയർ പവർ പ്ലസ് പവർ ഇൻ USB പ്ലസ് പവർ ഇൻ LSB. അതാണ് ടോട്ടൽ പവർ. അപ്പോൾ PC പ്ലസ് PUSB പ്ലസ് PLSB. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ V²/R ആണ്. അപ്പോൾ ഇവിടെ V എന്ന് പറയുമ്പോൾ E. അപ്പോൾ E²/R, E²USB/R, E²LSB/R. അപ്പോൾ ഈ കാരിയർ USB, ELSB is equal to RMS value of the carrier and sideband amplitude. R എന്ന് പറഞ്ഞാൽ resistance, characteristics resistance of antenna in which total power is dissipated. അപ്പോൾ ഇനി നമ്മൾ എന്ത് പഠിക്കണം? കാരിയർ പവർ എന്താ നോക്കണം. അപ്പോൾ കാരിയർ പവർ എന്ന് പറയുമ്പോൾ PC ഇതല്ല കാരിയർ പവർ, E² carrier/R. അപ്പോൾ E എന്ന് പറയുന്നത് അതിൻ്റെ RMS വാല്യൂ ആണ്. അപ്പോൾ EC/√2 ഹോൾ സ്ക്വയർ. അപ്പം കാരിയറിൻ്റെ പവർ E²/2R ആണ് കിട്ടുന്നത്. ഇനി സൈഡ് ബാൻഡിൻ്റെ പവറോ, സൈഡ് ബാൻഡിൻ്റെ E²SB/R ആണ്. അപ്പോൾ നമുക്കറിയാം E എന്ന് പറയുന്നത് MEC/2 ആണ്. അപ്പോൾ അതിൻ്റെ RMS വാല്യൂ എടുത്തു കഴിഞ്ഞാൽ MEC/2√2 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ പവർ M² EC²/8R കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് EC²/2R നമുക്ക് PC എന്ന് എടുക്കാം. EC²/2R PC ആണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? M²/4 PC എന്ന് പറയാം. അപ്പോൾ PC ഇൻറ്റു M²/4 ടൈംസ് ആണ് പവർ ഓഫ് USB, പവർ ഓഫ് LSB. ഇനി AM-ലുള്ള ടോട്ടൽ പവർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി PC ഉണ്ട്, PUSB എന്ന് പറയുന്നത് M²/4 PC, അതേപോലെ LSBയും M²/4 PC ആണ്. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ 1 + M²/2 into PC. അതാണ് ഇതിൻ്റെ ടോട്ടൽ പവർ. From this equation we can say that the value of M increases, the total power also increases. For M is equal to 1, total power will be maximum. M-ന്റെ വാല്യൂ 1 ആകുമ്പോഴാണ് പവറിൻ്റെ വാല്യൂ കൂടുന്നത്. അപ്പോൾ PT 1.5 PC ആവും. ഇനി നമുക്ക് AM ട്രാൻസ്മിറ്ററിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഓരോ ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ? ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കൺവേർട്ട് ഒറിജിനൽ ഇൻഫർമേഷൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. നമ്മുടെ ഒറിജിനൽ ഇൻഫർമേഷൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുക. എന്നിട്ട് എന്താക്കുക? വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക, മോഡുലേറ്റ് ചെയ്യുക, ഇൻക്രീസ് ദ പവർ ലെവൽ ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ, ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ ത്രൂ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റന, എന്നിട്ട് ആൻറ്റനയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ.
അപ്പോൾ AM ട്രാൻസ്മിറ്റേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ലോ ലെവൽ മോഡുലേറ്റഡ് ട്രാൻസ്മിറ്ററും ഉണ്ട്, ഹൈ ലെവൽ മോഡുലേറ്റഡ് ട്രാൻസ്മിറ്ററും ഉണ്ട്. അപ്പോൾ ലോ ലെവൽ മോഡുലേറ്റഡ് AM ട്രാൻസ്മിറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ ഒരു സ്റ്റെബിലൈസ്ഡ് RF ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാവും. അപ്പോൾ സ്റ്റെബിലൈസ്ഡ് RF ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നാണ് നമുക്ക് കാരിയർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ക്ലാസ് എ ബഫർ ആംപ്ലിഫയറിൽ കൊടുക്കും. അപ്പോൾ ഈ ആംപ്ലിഫയർ വീണ്ടും അതിനെ ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ എത്തും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ കാരിയർ സിഗ്നൽ കൊടുത്ത് ഇനി നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ബേസ് ബാൻഡ് സിഗ്നൽ ഇപ്പം മൈക്കിൽ നിന്ന് വരുന്ന ബേസ് ബാൻഡ് സിഗ്നൽ ആണെങ്കിൽ പ്രീ ആംപ്ലിഫയർ ഓഡിയോ പ്രോസസ്സിംഗ് ഫിൽറ്ററിംഗ് ഇപ്പം മൈക്കിലുള്ള സിഗ്നലിൽ എന്താക്കും, ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് ക്ലാസ് ഓഡിയോ ആംപ്ലിഫയർ വീണ്ടും ആംപ്ലിഫൈ ചെയ്തിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിന് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താക്കും, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടക്കും. ഇത് ബേസ് ബാൻഡ് സിഗ്നൽ, ഇത് കാരിയറും ബേസ് ബാൻഡും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യും. എന്നിട്ട് മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. അത് വീണ്ടും ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. എന്നിട്ട് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ കൊടുത്തതിന് ശേഷം ഇത് ആന്റിനയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ലോ ലെവൽ മോഡുലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഹൈ ലെവൽ മോഡുലേഷൻ സിഗ്നലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹയർ ലെവലിലാണ് മോഡുലേഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം ഓസിലേറ്റർ ഉണ്ടാവും, ടു ബഫർ ആംപ്ലിഫയർ, ഡ്രൈവർ ആംപ്ലിഫയർ. നമുക്ക് കാരിയർ സിഗ്നൽ കിട്ടി. നമ്മുടെ സിഗ്നൽ മൈക്കിൽ നിന്ന് വരുന്നു, അത് പ്രീ ആംപ്ലിഫയറിൽ കൊടുക്കുന്നു, ഡ്രൈവർ ആംപ്ലിഫയറിൽ കൊടുക്കുന്നു, ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ കൊടുക്കുന്നു. രണ്ടും കൂടെ അവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് ഹൈ ലെവൽ മോഡുലേഷൻ സിഗ്നലിൽ നടക്കുന്നത്. ഇത് നമുക്ക് ഈ രണ്ട് പ്രോസസ്സ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, ഹൈ ലെവൽ മോഡുലേഷനും ലോ ലെവൽ മോഡുലേഷനും. അപ്പോൾ ഹൈ ലെവൽ മോഡുലേഷനിൽ മോഡുലേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഹൈ പവർ ലെവൽ, ലോ ലെവൽ മോഡുലേഷനിൽ മോഡുലേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ലോ പവർ ലെവൽ. Class A amplifier are used which are highly efficient. After modulation, linear amplifier, അതായത് Class A, AB, Class B amplifiers അതൊക്കെയാണ് ലോ ലെവൽ മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. The very high efficiency, low efficiency than high level modulation. ഇതിനാണ് efficiency കൂടുതൽ. Complex because of very high power, easy because of low power. Used in high power broadcast transmitters. Used in low level modulation ഉപയോഗിക്കുന്നത് used in TV transmitters, the IF modulation method, in laboratory equipments, walkie talkie etc. അവിടെയൊക്കെ low level modulation ആണ് ഉപയോഗിക്കുന്നത്. AM and the advantages. AM transmitters are not complex. AM receivers are simple and easy to detect, less expensive, cover large distance. Disadvantages എന്ന് പറയുന്നത് requires large bandwidth, requires large power, get affected due to noise. നമ്മൾ ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, പിക്ചർ ട്രാൻസ്മിഷൻ, TV, VSB, vestigial sideband is used. ഇനി അടുത്ത മോഡുലേഷൻ ടെക്നിക്കാണ് ആംഗിൾ മോഡുലേഷൻ. അതിൽ രണ്ടെണ്ണം ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. Frequency modulation is the technique of modulation in which the frequency of carrier is varied in accordance with the amplitude of modulating signal. മോഡുലേഷൻ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിന്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരാം. അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക, ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ മിനിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ഥലത്ത് മാക്സിമം ഫ്രീക്വൻസി, മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളിടത്ത് മിനിമം ഫ്രീക്വൻസി. അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിൽ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് is defined as the ratio of frequency deviation to the modulating frequency. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. In FM, modulation index greater than 1 ആയിരിക്കും. Modulation index of FM decides the bandwidth of FM wave, number of sidebands in FM wave. ഇത് രണ്ടിനനുസരിച്ചിട്ടാണ് മോഡുലേഷൻ ഇൻഡെക്സ് വ്യത്യാസം ഉണ്ടാകുന്നത്. Deviation ratio. The modulation index corresponding to the maximum deviation and maximum modulating frequency is called a deviation ratio. അപ്പോൾ deviation ratio എന്ന് പറയുമ്പോൾ maximum deviation divided by maximum modulating frequency. ഇതാണ് deviation ratio. In FM broadcasting, the maximum value of deviation is limited to 75 kHz and the maximum modulating frequency is also limited to 15 kHz. Percentage MI of FM. But the percentage of modulation is defined as the ratio of the actual frequency deviation produced by the modulating signal to the maximum allowable frequency deviation. അപ്പം percentage of modulation index എന്ന് പറയുന്നത് actual deviation divided by maximum allowable deviation.
ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. എഫ് എന്ന് പറയുന്നത് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ സാധാരണ EM cos omega c MT ആണ്. അപ്പോൾ cos omega MT ഇവിടെ കോസ് ടേം ടേക്കൺ ഫോർ സിംപ്ലിസിറ്റി. EM എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ M ആംഗുലർ വെലോസിറ്റി, FM മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. കാരിയർ സിഗ്നലിൽ നമ്മൾ EC sin omega CT plus 5 ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അവിടെ കോസ് എടുത്തുകൊണ്ട് ഇവിടെ sin omega CT plus 5. AC instantaneous amplitude, omega c angular velocity, FC carrying frequency, phi phase angle. FM wave. FM is nothing but a deviation of frequency. That's FM. It is seen that the instantaneous frequency f of FM wave is given by f is equal to fc into 1 plus k EM cos omega mt. FC unmodulated carrier frequency, k proportionality constant, EM cos omega mt instantaneous modulating signal. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇസ് ഇക്വൽ ടു എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ ഇ എം എന്ന് കിട്ടും. എഫ് ഇസ് ഇക്വൽ ടു എഫ് സി പ്ലസ് ഓ മൈനസ് കെ ഇ എം എഫ് സി എന്ന് നമുക്ക് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കിട്ടും. അപ്പോൾ the frequency spectrum of FM wave tell us about number of sideband present in FM wave and their amplitude. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ എത്ര സൈഡ് ബാൻഡ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എക്സ്പ്രഷൻ ഓഫ് FM wave is not simple, it is complex because it's sine of sine function. അപ്പോൾ നമ്മൾ ബെസൽ ഫംഗ്ഷൻ ആണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു FM ന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രം ദിസ് ഇക്വേഷൻ ദിസ് ഇൻ ദാറ്റ് FM കൺസിസ്റ്റസ് ഓഫ് കാരിയർ, ഒരു കാരിയർ ഉണ്ട്, പിന്നെ അതേപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സും ഉണ്ട്. The amplitude of carrier and the sideband depends on Bessel's coefficient. Omega c is equal to 2 pi fc, omega m is equal to 2 pi fm. So in place of omega c and omega m, we can use fc and fm. The angular frequency നമുക്ക് അതിന് പകരം നോർമൽ ഫ്രീക്വൻസി അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഫ്രീക്വൻസി സ്പെക്ട്രം ഇങ്ങനെ വരിക. ഒരു കാരിയർ ഫ്രീക്വൻസി ഉണ്ടാവും, പിന്നെ ഒരുപാട് സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. The bandwidth of FM. From the frequency spectrum of FM wave shown in the figure, we can say that the bandwidth of FM wave is infinite. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഒരുപാടാണ്. But practically it is calculated based on how many sidebands have significant amplitude. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അതൊരു കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിൽ എത്ര സൈഡ് ബാൻഡ് ഉണ്ട്. The simple method to calculate the bandwidth is equal to 2FM into number of significant sideband. With increase in modulation index, the number of significant sideband increases, so that bandwidth also increases. The second method to calculate bandwidth is by Carson's rule. Carson's rule ഉപയോഗിച്ചിട്ട് നമുക്ക് bandwidth കണ്ടുപിടിക്കാം. Carson's rule എന്താണ് പറയുന്നത്? Carson's rule states that the bandwidth of FM wave is twice the sum of deviation and the highest modulating frequency. Sum of ഡീവിയേഷനും അതേപോലെ ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയും സം ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ ആയിരിക്കും ബാൻഡ്വിഡ്ത്ത് എന്നാണ് കാർസൺസ് റൂൾ പറയുന്നത്. ഇനി നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ ഏതൊക്കെ തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. നാരോ ബാൻഡ് FM ഉണ്ട്, വൈഡ് ബാൻഡ് FM ഉണ്ട്. നാരോ ബാൻഡ് FM എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് സ്മോൾ ആകുമ്പോൾ, വൈഡ് ബാൻഡ് FM എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ലാർജ് ആവുന്ന കേസിൽ. അപ്പോൾ നമുക്കിത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. നാരോ ബാൻഡ് FM മോഡുലേഷൻ ഇൻഡെക്സ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്, വൈഡ് ബാൻഡിൽ ഗ്രേറ്റർ ദാൻ 1. മാക്സിമം ഡീവിയേഷൻ 5 kHz, ഇവിടെ 75 kHz. റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 20 Hz to 3 kHz, ഇവിടെ 20 Hz to 15 kHz. മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1, 5 to 2500. Bandwidth is small, approximately same as that of AM. Bandwidth is equal to 2FM. ഇവിടെ large about 15 times greater than that of ഇതിനേക്കാളും 15 times greater ആണ്. Bandwidth is equal to 2 into del plus FM max. കാർസൺസ് റൂൾ പറയുന്ന പോലെ. ഇത് ഉപയോഗിക്കുന്നത് FM മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് പോലീസ് വയർലെസ്, ആംബുലൻസ്, ഷോർട്ട് റേഞ്ച് ഷിപ്പ് ടു ഷോർ കമ്മ്യൂണിക്കേഷൻ. ഇത് ഉപയോഗിക്കുന്നത് എന്റർടൈൻമെന്റ്, ബ്രോഡ്കാസ്റ്റിംഗ്. ഇനി FMന്റെ റെപ്രസെന്റേഷൻ. FM നമുക്ക് ടൈം ഡൊമൈനിലും റെപ്രസെന്റ് ചെയ്യാം, ഫ്രീക്വൻസി ഡൊമൈനിലും റെപ്രസെന്റ് ചെയ്യാം. ടൈം ഡൊമൈനിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഇങ്ങനെ, ടൈം വെച്ചിട്ട് ടൈമും ആംപ്ലിറ്റ്യൂഡും. ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഫ്രീക്വൻസിയും
ഫ്രീക്വൻസിയിലുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ is also known as frequency spectrum. FM in frequency domain means graph or plot of amplitude versus frequency. Amplitude of frequency, അതാണ് frequency domain. ഇനി നമ്മൾ എന്താണ് preemphasis and de-emphasis നോക്കാം. Preemphasis and de-emphasis circuit are used only in frequency modulation. Preemphasis used at the transmitter and de-emphasis at the receiver. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ ഉപയോഗിക്കുന്നതാണ് പ്രിയംഫസിസ്, റിസീവറിൽ ഉപയോഗിക്കുന്നതാണ് ഡിഎംഫസിസ്. പ്രിയംഫസിസ് എന്ന് പറയുന്നത് FM, the noise has a greater effect on the higher modulating frequencies. This effect can be reduced by increasing the value of modulation index for higher modulating frequency. Modulating frequency കൂടുന്ന സമയത്ത് നമ്മൾ modulation കൂട്ടി കൊടുക്കും, അതാണ് പ്രിയംഫസിസ്. This can be done by increasing the deviation del, and del can be increased by increasing the amplitude of modulating signal at higher frequencies. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഡീവിയേഷൻ കൂട്ടാൻ വേണ്ടത്, ഡീവിയേഷൻ കൂട്ടാൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിയംഫസിസിൽ നമ്മൾ ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് കൂട്ടാം, മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാം. അപ്പം ദ ആർട്ടിഫിഷ്യൽ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ ഓഡിയോ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രീ അറേഞ്ച്ഡ് റെസ്പോൺസ് കർവ് ഇസ് കോൾഡ് പ്രിയംഫസിസ്. Preemphasis circuit is a high pass filter as shown in the figure. അപ്പോൾ ഇതാണൊരു പ്രിയംഫസിസ് സർക്യൂട്ട്, ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. എന്താണ് de-emphasis? De-emphasis used in the FM receiver. The artificial boosting of higher modulating frequencies in the process of preemphasis is nullified at the receiver by process called de-emphasis. നമ്മൾ പ്രിയംഫസിസിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നല്ലോണം കൂട്ടി, അപ്പോൾ അതിനെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് de-emphasis. De-emphasis the circuit is a low pass filter. De-emphasisന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. നമുക്ക് പ്രിയംഫസിസും ഡിഎംഫസിസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രിയംഫസിസിൽ ഹൈ പാസ് ഫിൽറ്റർ, ഡിഎംഫസിസിൽ ലോ പാസ് ഫിൽറ്റർ. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റെസ്പോൺസ് കർവ് ആണിത്. ടൈം കോൺസ്റ്റന്റ് T=RC, that's equal to 50 microsecond. അതേപോലെ T=RC 50 microsecond. Definition: boosting of higher frequencies, the removal of higher frequencies. Used at FM transmitter, യൂസ് ചെയ്യുന്നത് FM receiver. ഇനി AM FM ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. AM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് carrier is varied in accordance with the amplitude of modulating signal, keeping frequency and phase constant. FM frequency of carrier is varied in accordance with the amplitude of modulating signal, keeping amplitude and phase constant. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഫ്രീക്വൻസിയും ഫേസും, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡും ഫേസും. മോഡുലേറ്റിംഗ് സിഗ്നൽ ഇങ്ങനെയാണ് വരുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് EM/EC, ഇത് del/FM. Number of sideband 2, ഇവിടെ infinite and depends on MF. Bandwidth 2FM, bandwidth 2 into del plus FM max. ഇത് ഉപയോഗിക്കുന്നത് MW, SW, band broadcasting, video transmission in TV. ഇത് ഉപയോഗിക്കുന്നത് broadcasting FM, audio transmission in TV. ഇനി FMന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ്: transmitted power remains constant. FM receivers are immune to noise, good capture effect, no mixing of signal. Disadvantages: the greatest disadvantages of FM are it uses too much spectrum space. The bandwidth is wider. The modulation index can be kept low to minimize the bandwidth used. But reduction in modulation index reduces the noise immunity. Used only at very high frequencies. ഇത് ഉപയോഗിക്കുന്നത് FM radio broadcasting, sound transmission in TV, police wireless.